എടുത്ത് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വരെ നമുക്ക് അനുമതി കിട്ടി. ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വരെ തന്നിട്ടുണ്ട്. ഇത് വളരെ അങ്ങനെ പെട്ടെന്ന് തരുന്ന ഒരു സാധനമല്ല. എന്നിട്ട് കൂടി നമ്മളത് വാങ്ങിച്ചു. മിനിസ്റ്ററുടെ ഇടപെടലൊക്കെ കൊണ്ടിട്ടാണ് അത് ഉണ്ടായത്. അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന കടുവയെ നമ്മൾ പിടിച്ചു മാറ്റി നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന കടുവയെ പിടിച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞോട്ട് ഒട്ടൊന്ന് കാട്ടിൽ കയറിയാൽ ആ കടുവ ഈ സ്ഥലത്ത് ഈ പരിസരത്തുണ്ട്. നമ്മൾ കാട്ടിൽ കയറി ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കിട്ടില്ല. നമ്മള് ക്യാമറ ട്രാപ്പിലും അതിന്റെ കാൽപ്പാടൊക്കെ നോക്കിയപ്പോൾ കാടിനകത്തുള്ള ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനിപ്പോ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം വല്ലയിടത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാലത്ത് ഒന്നും കിട്ടും. വേറെ ഏതെങ്കിലും മനുഷ്യനെ ഉപദ്രവിക്കാൻ അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അത് കൂട്ടിൽ കയറി ഇന്ന് അങ്ങനെയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലോ. ഞങ്ങൾക്ക് അതാണ് അറിയണ്ടേ. കൊല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് വിടില്ല സാർ. അതിലിനി എന്ത് ഞങ്ങളെ കൊന്നാലും ശരി. കൂട് വെക്കണ്ട. ഇവരുടെ ഡിമാൻഡ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ കൂട് വെച്ചുകൊണ്ട് കാര്യമില്ല, അതിനെ കൊല്ലുക എന്നുള്ളതാണ് ഡിമാൻഡ്. അതുകൊണ്ട് കുറെ കൂട് കൊണ്ടുവച്ച് അതിനെ കൂട്ടി കയറ്റി കൊണ്ടുപോകാന്നുള്ള നിലപാട് ആ നിലപാട് ആളുകൾ അംഗീകരിക്കുന്നില്ല. ഇത് ഒന്നല്ല, ഇത് 9 പ്രാവശ്യമായി ജില്ലയിൽ. അതുകൊണ്ട് നിലവിൽ അതിനെ ഷൂട്ട് ചെയ്യാനുള്ള ഓർഡർ ഉള്ളതുകൊണ്ട് അതിനെ കൊല്ലുക. നരഭോജി കടുവയാണ്. ആ ഉത്തരവ് അതിനെ ഷൂട്ട് ചെയ്യുക, അതിനെ കൊല്ലുക, അതിനെ ട്രാക്ക് ചെയ്യുക. അതേ ഉള്ളൂ. അതാണ് ആളുകളുടെ നിലപാട്. അതല്ലാതെ ഞാൻ ഒന്നും കൂടെ പറയാം, DFO നമ്മൾ ബന്ധിച്ച് പറയാം. ഇനി ഇതിനെ കൂട്ടിക്കയറ്റി ഇവിടുന്ന് കൊണ്ടുപോകാനാണെങ്കിൽ അത് നടക്കില്ല. അതിന് ജനം സമ്മതിക്കില്ല. അതനുസരിച്ചുള്ള തീരുമാനം എടുത്താൽ ആൾക്ക് പരാതിയില്ല. മാത്രമല്ല ഇവിടെ ആലോചിച്ച് നോക്കേണ്ടത്, ഇവിടെ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായതിനേക്കാൾ വളരെ ശാന്തരായിട്ട് ഇവിടുത്തെ ആൾക്കാർ നിന്നത് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിക്കാൻ ഉള്ളത് കൊണ്ടാണ് നിന്നത് ആണല്ലോ. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ആൾക്കാർ സ്വീകരിച്ചു. പക്ഷെ അവർക്ക് ജീവിക്കണ്ടേ? 20 മീറ്റർ അടിക്കാട് വെട്ടിത്തെളിക്കണമെന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ ആവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ സമീപനം ചെയ്തിട്ടില്ല. ഇന്നലെ ഞങ്ങൾ മിനിസ്റ്റർ യോഗത്തിൽ പറഞ്ഞു, നിങ്ങൾ 20 മീറ്റർ അടിക്കാട് വെട്ടി തെളിക്കണം, കാടും നാടുമായിട്ട് വേർതിരിക്കണം. അതിന്റെ ഒരു തീരുമാനം പറയുന്നില്ലല്ലോ. അത് ഇവിടെ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം വീണ്ടും കടുവനെ ആളുകൾ കണ്ടു. RRT സംഘം പിന്നീടാണ് എത്തിയത്. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ പോകാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ ഈ ആൾക്കാർ രാത്രി ഈ ഫോറസ്റ്റ് ഈ തോട്ടത്തിൽ നടക്കുന്ന ആളുകളാണ്. അവർക്ക് ജീവിക്കണ്ടേ? ഒരു 47 വയസ്സുള്ള പെൺകുട്ടിയാണ് മരിച്ചത്. അതിന്റെ ഗൗരവത്തോടെ ഫോറസ്റ്റ് കണ്ടേ പറ്റൂ. ചുരുക്കി കാണിക്കില്ല. കടുവയെ കൊല്ലണം, അതാണ് ഞങ്ങൾ പറയുന്നത്. അടിക്കാടി വെട്ടാൻ പങ്കെടുത്ത മീറ്റിംഗിൽ അടക്കം എടുത്ത തീരുമാനം അതിന് എന്ത് നടപടി സ്വീകരിച്ചു? അതുമല്ല സാറേ, ഇന്നലെ നമ്മൾ മിനിസ്റ്റർ സാറ് മുമ്പിൽ നിന്ന് മിനിസ്റ്റർ അടുത്തിരുന്ന് തീരുമാനിച്ചു വെടിവെക്കാം, കൊല്ലാം. പക്ഷെ അതിന്റെ ഒരു പ്രൊസീജിയർ ഈ നിമിഷം വരെ പൂർത്തിയായിട്ടില്ല. അരുൺ സെക്രട്ടറി എത്തിയില്ല. ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥൻ വന്നിട്ടില്ല. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? എന്റെ അടുത്ത് രാവിലെ എത്തുമെന്ന് പറഞ്ഞ അയാള് ജയസാറൊക്കെ ഉണ്ടല്ലോ, വിദഗ്ധമായ ആളുകള് സൈഡിൽ മാറിയിരിക്കുന്നുണ്ടല്ലോ. എന്താണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല. നടപടി തുടങ്ങി. ആയിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, കൊന്നിട്ടേ കൊണ്ടുപോകും. അല്ലെങ്കിൽ സംഗതി ഇപ്പൊ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉള്ളത്. ഞങ്ങൾ ഇതിനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നേക്കണം. അല്ലാതെ അതിനെ ഓടിച്ചിടാനാണെങ്കിൽ നമ്മൾ ഇതിന്റെ അങ്ങനെ വിശ്വസിക്കല്ലേ. ഒരു കാര്യം ചോദിച്ചോക്കട്ടെ, നിങ്ങൾ പറഞ്ഞു അതിനെ ഓടിക്കാനല്ല ഞങ്ങൾ
ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന്. നമ്മുടെ തൊട്ടടുത്ത പയ്യമ്പള്ളിയിൽ ഒരു ഏകദേശം 15 ദിവസത്തിലേറെ ഭീതി വെച്ച ഒരു കടുവയെ നിങ്ങൾ ഓടിക്കുകയല്ലാതെ നിങ്ങൾ എന്താ ചെയ്തേ? സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കടുവയെ ഷൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളടക്കമുള്ള പല ഉദ്യോഗസ്ഥന്മാർക്കും ചിലപ്പോ നിങ്ങളുടെ ജോലി പോലും നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട്, ആ ഭീതി കൊണ്ട് നാളെ ഇവിടെയുള്ള ആര് മരണപ്പെട്ടാലും എത്ര ആളെ കടുവ പിടിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. സർക്കാർ കൊടുക്കുന്ന 11 ലക്ഷം സർക്കാർ കൊടുക്കുന്ന 11 ലക്ഷം, അതോടൊപ്പം ആ സമയത്തുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ സൂട്ടഡ് സൈറ്റ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഈ ഒരു സമീപനം നിർത്തിയിട്ട് എന്താണ് സാഹചര്യം എന്ന് ഞാൻ ചോദിച്ചതിന് സാർ ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. നിങ്ങളിറക്കിയ ഓർഡറിലുള്ള അവ്യക്തതകൾ 5 ക്ലോസുകൾ, ആ ക്ലോസുകളൊന്നും ഇവ ആളുകളുടെ മുമ്പിൽ ഒന്ന് വിശദീകരിക്കോ സാറ്? ആ ക്ലോസുകൾ എന്തൊക്കെയാണെന്ന് സാറിന്റെ വായിന്ന് വരട്ടെ, ഈ ജനങ്ങൾ കേൾക്കട്ടെ. സാറ് പറഞ്ഞല്ലോ ഞങ്ങൾ വെടിവെച്ച് കൊല്ലാൻ പറ്റുമെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനമെന്ന് പറഞ്ഞു. ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുമ്പോൾ പുറമോടിയാണ്, സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നു ആ ഓർഡറിലുള്ള 5 ക്ലോസുകൾ, ആ ക്ലോസുകൾ ഒന്ന് നിങ്ങൾ വിശദീകരിക്കുന്നേ, നിങ്ങളൊന്ന് വിശദീകരിക്കും. എന്നിട്ട് ഞങ്ങൾ പറയാം മറുപടി. വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആ ഒരു ഓർഡർ കിട്ടാനായിട്ട് നിങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങളത് എടുക്കില്ല. ഞാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അടുത്ത് സംസാരിച്ചത്. സാറേ, ഇത് അങ്ങനെ ഒരു ഓർഡർ അല്ലെങ്കിൽ സംഗതി വളരെയധികം ബുദ്ധിമുട്ടാവും. ആ ഒരു ഓർഡർ പിന്നെ മിനിസ്റ്ററും അത് വളരെയധികം ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ആ ഓർഡർ കിട്ടിയത്. ഇനി നമുക്ക് ആ ഓർഡർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി അത്ര വലിയ ഭയപ്പെടാനൊന്നുമില്ല. നമുക്ക് ഏത് കണ്ടീഷനും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കേജിങ്ങും ഇതും ട്രയാങ്കുലൈസേഷനും നമ്മൾ ട്രൈ ചെയ്താൽ, ഇപ്പം ഞങ്ങളുടെ കേസിൽ ആ ആനയ്ക്ക് ചത്തതിൻ്റെ കേസിൽ എത്ര കേസിൽ പ്രതിയാണെന്നറിയാമോ ഞാനൊക്കെ? നിങ്ങളോട് ഇതൊന്നും പറയുന്നില്ലല്ലോ. ഞങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഞാൻ ഉൾപ്പെടെ ആ തണ്ണീർക്കൊമ്പനൊക്കെ ചത്തതിനൊക്കെ പ്രതികളാണ് ഞങ്ങൾ ഉൾപ്പെടെ. വേറൊരു വിഭാഗം ഇന്നലെയും വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ നിങ്ങളെ പ്രതിയാക്കി കേസെടുക്കും. ഇല്ല, ഞാൻ അത് തന്നെയാണ് അവരുടെ അടുത്തും പറഞ്ഞത്. മാഡം യു പ്ലീസ് കം ഹിയർ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ അവിടെ ടൗണിൽ ഇരുന്നിട്ട് അതും ഇതും പറഞ്ഞാൽ പോരല്ലോ. ഇപ്പൊ സാറ് ഞങ്ങളോട് പറയുന്ന ഒരു വാക്കും വീണ്ടും ഞാൻ ചോദിച്ചതിനുള്ള ഒരു സാധനമല്ല സാറ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഓർഡറിലുള്ള 5 ക്ലോസുകളെ കുറിച്ച് മാത്രം ഞാൻ ആ ക്ലോസ് സാർ ഇപ്പോഴും പറഞ്ഞില്ല. ഞാൻ പറയുന്നു ഏറ്റവും അടിയിൽ NTCA അതിന്റെ അനുബന്ധമായ നടപടികൾക്ക് വിധേയം ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ട ഓർഡറിന്റെ അടിയിൽ നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റിയുടെ അവരുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ല എന്ന് സാർ പറ. ആ ഓർഡറിലില്ലേ? ആ ഓർഡറിൽ ഉണ്ടോ ഇല്ലയോ? അതെ, അതാണ് നമ്മളിപ്പോ ചെയ്തതും. ഇന്നലെ കൂട് വെച്ചതും ക്യാമറ വെച്ചതും പിന്നെ ട്രയാങ്കുലൈസ് ചെയ്യണതും എല്ലാം ഓർഡറിന് ഇതെല്ലാം. അതും വിജയിച്ചില്ലെങ്കിൽ നമ്മള് അല്ല, ഇപ്പൊ നമ്മളെ ഇത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആളുകളുടെ ഡിമാൻഡ് വളരെ കൃത്യമാണ്. ആളുകൾ പറയുന്നത് നരഭോജി കടുവയാണ്, അതിനെ വെടിവെച്ച് കൊല്ലണം. അതല്ല കൂട്ടിൽ കയറ്റിക്കൊണ്ട് പോകാൻ ആളുകൾ സമ്മതിക്കില്ല. അതാണ് ഇതിന്റെ ഒരു ആളുകളുടെ പൊതുവായ നിലപാട്. സാറ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഇത് കൂടി ചേർത്ത് വായിച്ചോളൂ. സാറ് പറഞ്ഞു മറ്റേ തണ്ണീർക്കൊമ്പൻ ചത്തതുമായി ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ആളുകൾ പ്രതിയാണ്. പഞ്ചാരക്കൊല്ലിയിലെ കടുവ ചത്താൽ ഇവർ അതിനും വലിയ പ്രതിയാവും. ഇവർ അതിന് തയ്യാറാവില്ല എന്നുള്ളതിന്റെ എന്താ പറയാ, ഈ ഒരു ആ തരത്തിലേ കാണാവൂ. കാരണം നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലും എല്ലാ സ്ഥലത്തും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. സർക്കാർ കൊടുക്കും നഷ്ടപരിഹാരം കൊടുക്കല്ലോ, 11 ലക്ഷം കൊടുക്കല്ലോ. അപ്പൊ ആ പ്രതിഷേധങ്ങൾ തടുക്കുമല്ലോ, അവർക്ക് ജോലി കൊടുക്കുന്നു പറഞ്ഞ് നിങ്ങളിപ്പോ എന്താ പറയാ വർഷങ്ങളായിട്ടും അജീഷിന്റെ കുടുംബത്തിന് കൊടുത്തോ ആർക്കെങ്കിലും കൊടുത്തോ? നിങ്ങൾ എല്ലാ പണിയും കഠിനാധ്വാനിയായ സ്ത്രീയാണ്. സാറേ, ഒരൊറ്റ ചോദ്യം, നിങ്ങൾ ആ കടുവ കയറിയാൽ നിങ്ങൾ അതിനെ വെടിവെക്കോ അല്ലാതെ അങ്ങനെ കൊണ്ടുപോകും? അങ്ങനെ കൊണ്ടുവന്നാൽ
ഇനി കൂട്ടുകയറില്ല ഇനി കൂട്ടുകയറോ കൂട്ടുകയറൂല ഇനി കൂട്ടുകയറില്ല നമ്മൾ വെച്ചോണ്ട് കൂട്ടുകയറൂല ഇനി നിങ്ങളെ